ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് അറേബ്യൻ ബ്രെഡ് പുഡിംഗ് റെഡി ആക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ലെയറായിട്ട് ഈ ബ്രെഡ് ഫുള്ളായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ സൈഡിൽ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് സ്ലൈസസ് തന്നെ പീസാക്കിയിട്ട് ഒന്ന് വെച്ച് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ 2.5 കപ്പ് പാല് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് ചേർക്കാം. നല്ലപോലെ ചൂടായി പുഡിങ്ങൊക്കെ ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. തേർഡ് ലെയറിനായിട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ കസ്റ്റേർഡ് പുഡിങ് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ മീതയിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡ് സ്ലൈസസ് ഇതേപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബ്രെഡ് പീസസ് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ മിക്സ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ലാസ്റ്റായിട്ട് ഫ്രഷ് ക്രീമിൻ്റെ മിക്സും നമുക്ക് മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്ത് ഇതിൻ്റെ മീതെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം ചോപ്പ് ചെയ്തും കുറച്ച് സാഫ്രോൺ സ്റ്റാൻഡ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഇത് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കാം. 2 മണിക്കൂറിൽ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ യമ്മി ആയിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് റെസിപ്പി എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.